ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2025 ALP നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 10,000-ഓളം വേക്കൻസികളുമായിട്ടാണ് ALP നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ലൈവ് ആണ്. അപ്ലൈ ചെയ്യാത്തവർ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പം ALPക്ക് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം? നമുക്കറിയാം ALPക്ക് മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, അതേപോലെ ജനറൽ അവയർനെസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ സബ്ജക്ട്സും ഉണ്ട്. അപ്പം എല്ലാ സബ്ജക്ട്സും എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം എന്നൊക്കെയുള്ള ഡൗട്ട്സ് നമ്മളോട് കുറേ സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു. അപ്പം അതിനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ടൊരു ഫ്രീ വർക്ക്ഷോപ്പ്, ALPക്കായിട്ട് ഒരു ഫ്രീ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുകയാണ്. 3 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. ആ 3 ദിവസത്തെ വർക്ക്ഷോപ്പിൽ നമ്മുടെ കേരളത്തിലെ തന്നെ മികച്ച അധ്യാപകർ നയിക്കുന്ന വർക്ക്ഷോപ്പാണ്. അതിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും ഒരു ബേസ് തൊട്ട് എങ്ങനെ പഠിക്കണം, അതിനെ എങ്ങനെ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ആ വർക്ക്ഷോപ്പിലൂടെ കിട്ടുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നും ഏത് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നും അങ്ങനെയുള്ള എല്ലാ ഐഡിയാസും നമുക്ക് ആ വർക്ക്ഷോപ്പിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മാത്സിന്റെ സെക്ഷൻ എടുക്കുന്നത് റിജിൻ സാറാണ്, അതേപോലെ ജോർജ് സാറുണ്ട്, ജിജി സണ്ണി മിസ് ഉണ്ട്, ശ്രീരാഗ് സാർ ഉണ്ട്, അതേപോലെ റഫീഖ് സാർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരൊക്കെ ഏത് ടോപ്പിക്സ് ആണ് എടുക്കുന്നത്, അതിന്റെ ടൈം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇതിന്റെ വർക്ക്ഷോപ്പിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ഡേ വരുന്നത് 28/4/2025 ആണ്. അതായത് നമ്മുടെ വർക്ക്ഷോപ്പ് 28/4/2025 മുതൽ 30/4/2025 വരെ 3 ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഡേ 28/4/2025 ഫസ്റ്റ് സെക്ഷൻ വരുന്നത് റിജിൻ സാർ ആണ്. നമുക്ക് ALPയെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ തരികയും അതേപോലെ മാത്സ് എന്ന സബ്ജക്റ്റ് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെ ടോപ്പിക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഏത് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യണം, അതേപോലെ ഏതൊക്കെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐഡിയസും, അതേപോലെ മാത്സ് എങ്ങനെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് റിജിൻ സാർ ഈ സെക്ഷനിൽ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക, 28/4/2025 നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ റിജിൻ സാർ ആണ്. അതിന്റെ ടൈം വരുന്നത് 7:30 മുതൽ 9:30 വരെയാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ ഡേ 2 വരുമ്പം നമുക്ക് 2 സെക്ഷൻസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് ഹിസ്റ്ററിയും ജോഗ്രഫിയും ആണ്. അത് നമ്മുടെ ശ്രീരാഗ് സാർ ആണ് എടുക്കുന്നത്. അതേപോലെ അതിന്റെ ടൈം പീരീഡ് വരുന്നത് 7:30 മുതൽ 8:30 വരെയാണ്. നമുക്കറിയാം ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒരുപാട് വലിയ ടോപ്പിക്കാണ്. അതിനെ എത്രത്തോളം സിമ്പിളാക്കി നമുക്ക് ALPക്കായിട്ട് എത്രത്തോളം കണ്ടന്റുകൾ പഠിക്കണം, ഏതൊക്കെ ഏരിയയിൽ നിന്ന് പഠിക്കണം എന്നൊക്കെ ശ്രീരാഗ് സാർ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് സെക്ഷൻ ആ ദിവസം, രണ്ടാമത്തെ ദിവസം തന്നെ, അതായത് 29/4/2025 നെക്സ്റ്റ് രണ്ടാമത്തെ സെക്ഷൻ എടുക്കുന്നത് ജോർജ് സാർ ആണ്. ജനറൽ സയൻസ് ആണ് ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ALPക്ക് ജനറൽ സയൻസിന് വെയിറ്റേജ് കൂടുതലുണ്ട്. അപ്പോൾ ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ തുടങ്ങി 3 സബ്ജക്റ്റുകളും എങ്ങനെ പഠിക്കണം, എവിടുന്ന് തുടങ്ങണം, ഏതൊക്കെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഉള്ള ഐഡിയ സാറ് തരുന്നതായിരിക്കും. അപ്പം ആ സെക്ഷനും എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അതിന്റെ ടൈം പീരീഡ് വരുന്നത് 9 മുതൽ 10 മണി വരെയാണ്. അപ്പം രണ്ടാമത്തെ ദിവസം 2 സെക്ഷൻസ് ആണ് വരുന്നത്, ഹിസ്റ്ററിയും ജോഗ്രഫിയും അതേപോലെ ജനറൽ സയൻസും. ഡേ 3 വരുമ്പം, അതായത് 30/4/2025 വരുമ്പം വീണ്ടും 2 സെക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ ജിജി മിസ് ആണ് വരുന്നത്. അവിടെ പൊളിറ്റി, എക്കണോമിക്സ് അതേപോലെ കറണ്ട് അഫയേഴ്സ്, ഈ 3 സെക്ഷൻസും മിസ്സായിരിക്കും നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പം ഈ 3 സെക്ഷൻസിൽ നിന്നും എത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതേപോലെ ഏതൊക്കെ ഏരിയാസ് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ മിസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമുക്കറിയാം കറണ്ട് അഫയേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ മിസ് അതൊരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ സെക്ഷനും അറ്റൻഡ് ചെയ്യുക. അതിന്റെ ടൈം പീരീഡ് വരുന്നത് 7:30 മുതൽ 8:30 വരെയാണ്. അതേപോലെ ഡേ 3 സെക്കൻഡ് സെക്ഷൻ വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. അത് റഫീഖ് സാർ ആണ് എടുക്കുന്നത്. അതിന്റെ ടൈം പീരീഡ് വരുന്നത് 9 മണി മുതൽ 10 മണി വരെയാണ്. ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ALPയുടെ സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ ഈ വർക്ക്ഷോപ്പിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. അപ്പം നമുക്കറിയാം ALP വന്നിരിക്കുന്നത് 10,000-ഓളം വേക്കൻസികളുമായിട്ടാണ്. നമ്മളെ ITIക്കാർക്കും അതേപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അതേപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും വളരെ വലിയൊരു അവസരമാണ് മുന്നിലുള്ളത്. അപ്പം എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങും. കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിലുള്ളത് പഠിക്കാനുള്ള സമയമാണ്.
അപ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയോ നമുക്കൊരു ഗൈഡൻസോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങളുടെ പഠനത്തെ അത് ഒരുപാട് സഹായിക്കും. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ALPക്കായിട്ട് CBT 1 CBT 2 പാർട്ട് A പാർട്ട് B കംപ്ലീറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് കിട്ടുന്നതാണ്. അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, മോക്ക് ടെസ്റ്റുകൾ, PYQ ഡിസ്കഷൻസ്, വീക്കിലി ടെസ്റ്റുകൾ, അങ്ങനെ നിങ്ങൾക്ക് ALP എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റുകളും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും അതേപോലെ നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനും നമ്മുടെ വീഡിയോയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഓൾ ദ ബെസ്റ്റ്.